ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടെററിയം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, അതിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഇതുപോലുള്ള കല്ല് അതിൻ്റെ താഴെ ബേസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഞാൻ മെറ്റിലും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെയുള്ള കല്ലുണ്ടല്ലോ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മണ്ണ് നിറയ്ക്കണം. അത് നമുക്ക് ഗ്രാവലോ, ഇതിപ്പോൾ ഞാൻ ഗ്രാവലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ലെവലാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഏത് രീതിയിലാണോ ഈ ടെററിയം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ മണ്ണൊന്നാക്കി കൊടുക്കണം. ഇപ്പം ഞാനൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മോൾവശം കുറച്ച് പൊക്കത്തിൽ നിൽക്കണം. അതുപോലെ താഴ്വശം നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കണം. കാര്യം നമുക്ക് നല്ല പശയുള്ള മണ്ണ് കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. കാരണം അപ്പോൾ ഈ രീതിയിലൊന്ന് ലെവലാക്കി കൊടുക്കുക. ഒരു കുന്നിൻ്റെ മോഡലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മളൊരു തുണി വെച്ച് അതിൻ്റെ മുകൾവശമൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതൊന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാനിവിടെ ഈ കല്ലിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ സിമെൻറ്റിൻ്റെയൊക്കെ കഷ്ണങ്ങളില്ലേ, അത് ആ പീസായിട്ട് ഞാൻ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ പായലൊക്കെ വെച്ച് സെറ്റാക്കുന്നു. പിന്നെ ഞാനിവിടെ കുറച്ച് കളർ കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പായലും അതുപോലെ തന്നെ ചെറിയ ചെടികളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അധികം വളരാത്ത രീതിയിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഇഷ്ടികയിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ ചെറുതായിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെയുള്ള നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് പായലാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പായലിൻ്റെ കൂടെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചെറിയ ടൈപ്പ് കണ്ടോ, ഈ ടൈപ്പിലുള്ള ചെറിയ കുഞ്ഞു ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ രീതിയിൽ നമ്മൾ മൊത്തത്തിൽ അതങ്ങ് ഫില്ല് ചെയ്യണം. കണ്ടില്ലേ, ഇത് ഞാനൊരു പ്ലക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ആ സ്റ്റെപ്പിൻ്റെ ആ സ്റ്റെപ്പാണെന്നുള്ള ഒരു രീതി, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനിവിടെ പായൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളത് ഫില്ലാക്കി കൊടുക്കണം. കണ്ടില്ല, അപ്പോൾ ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടെററിയം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കണം. ഇതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മുളയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. ഈ മുളയുടെയൊക്കെ പീസ് എടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഇതിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. കമ്പ് ഉണങ്ങിയാലും അത് ആ ഒരു രീതിയിൽ തന്നെ ടെററിയത്തിനകത്ത് നിൽക്കും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്, ഈ ടെററിയത്തിൻ്റെ ഉള്ളിലെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടില്ലേ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടെററിയം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് ടെററിയം ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. കണ്ടില്ലേ, വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്